ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അവർ ഇന്ത്യ ഗവൺമെൻറ്റിനെ അനുസരിക്കുകയല്ല ചെയ്യുന്നത്, സഹകരിക്കുകയാണ് എന്നാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം അനുസരിക്കുകയാണ്. അനുസരണം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. പ്രസ്ഥാനം ഗവൺമെൻറ് അനുസരിക്കുന്നത് ഷിർക്കാണ് എന്നൊക്കെയാണ്. ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമായി വിശദീകരിച്ച് തരാമോ എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ അനുസരണം മുഴുവൻ ഇബാദത്താണെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഇബാദത്തും അനുസരണമാണ്, എന്നാൽ എല്ലാ അനുസരണവും ഇബാദത്തല്ല എന്നാണ്. അതായത് അനുസരണവും ഇബാദത്തും, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന, അനുസരണത്തിന് അറബി ഭാഷയിൽ ഇതാഅത്ത് എന്നാണ് പറയാം. അപ്പോൾ അള്ളാഹുവിനുള്ള അനുസരണമാണ് യഥാർത്ഥത്തിൽ ഇബാദത്ത്. അള്ളാഹുവിന് നൽകേണ്ട അനുസരണം അള്ളാഹുവിന് നൽകുന്നത് പോലെ മറ്റുള്ള ആളുകൾക്ക് നൽകി കഴിഞ്ഞാൽ അത് ശിർക്കാവും. ആ രൂപത്തിൽ ആരും തന്നെ ഒരു അനുസരണം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. അവിടെ ഒരു നിരുപാധികം ഒരു അനുസരണം ഒരാൾക്കും കൊടുക്കാൻ പാടില്ലായിരുന്നെങ്കിൽ അവിടെ പ്രത്യേകം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ, ഒരു പടപ്പിനെയും അനുസരിക്കാൻ പാടില്ല. ഫി മഅസിയത്തിൽ ഖാലിഖ്, ഖാലിക്കായ അള്ളാഹുവിനെ ധിക്കരിക്കുന്നിടത്ത് ഒരു പടപ്പിനെയും അനുസരിക്കരുത് എന്നല്ല പറയേണ്ടത്, ഒരു പടപ്പിനെ അനുസരിക്കരുതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ, അള്ളാഹുവിനെ അനുസരിക്കാന്ന് പറഞ്ഞാൽ അള്ളാഹ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ റബ്ബ് അത് പറഞ്ഞു നമുക്കെന്തില്ല ചോദിക്കാൻ വകുപ്പില്ല. നിരുപാധികം എന്താണ് അനുസരിക്കാണ് വേണ്ടത്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞെടുത്ത് കാണാം. എന്ത് ഇബ്രാഹിം നബിയോട് പറഞ്ഞ അസ്ലിം, അപ്പോൾ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ഞാൻ എല്ലാം സമർപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം സമർപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആമന്ന വ സദ്ദഖിന സമിഅന വ അതഅന, അള്ളൊരു കാര്യം പറഞ്ഞാൽ സമിഅന വ അതഅന. ലോകത്ത് വേറെ ഏത് മനുഷ്യന്മാർ പറഞ്ഞാലും സമിഅന വ അതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു പറയേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ചെയ്യുവാനാണ് ഒരു പടപ്പ് പറയേണ്ടത്. ഉദാഹരണത്തിന് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറയാം നിങ്ങൾ മദ്യപിക്കണം എന്ന് പറഞ്ഞു, എനിക്ക് ആ കൂട്ടുകാരനെ അനുസരിക്കാൻ പാടില്ല. ആ കൂട്ടുകാരനെ ബഹുമാനിക്കുന്നതിൻ്റെയും ആദരിക്കുന്നതിൻ്റെയും ഭാഗമായിക്കൊണ്ട് ഞാൻ ആ കള്ള് കുടിച്ചാലോ, അവിടെ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന് നൽകേണ്ട ഒരു ബഹുമാനം, അള്ളാഹുവിന് നൽകേണ്ട ഒരു ആദരവ് ഞാൻ അയാൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് അവിടെ ആ അനുസരണം ചിലപ്പോൾ എന്താവും, ഘട്ടത്തിൽ ഷിർക്കുകളായി വരും. അത് അയാളുടെ ഉദ്ദേശവും മറ്റു കാര്യങ്ങൾക്ക് അനുസരിച്ച് ഏറ്റവും ചുരുങ്ങിയത് ആ അനുസരണം ഹറാമാകുന്ന അവസ്ഥ ആണുള്ളത്. കാരണം തിന്മയിൽ ഒരാൾ ഏറ്റവും എന്താൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല എന്നത് അള്ള പറഞ്ഞതാണ്, അതിനെതിരിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ, നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ സർക്കാർ, ആ സർക്കാർ എന്തിനാണ് ഇവിടെ ഉള്ളത്? സർക്കാർ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് വിഷയത്തിലാണ്? പൊതു സമൂഹത്തിൻ്റെ ക്ഷേമം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള നിയമങ്ങളാണ് എന്താക്കാറുള്ളത്, അതായത് ഒരു സർക്കാർ ഉണ്ടാക്കുക. അപ്പോൾ സ്വാഭാവികമാണ് ഇവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്നോ അവിടുത്തെ അമുസ്ലിം കമ്മ്യൂണിറ്റി എന്നോ അതല്ലെങ്കിൽ ഇവിടെയുള്ള മതമുള്ളവൻ്റെ കമ്മ്യൂണിറ്റി എന്നോ മതമില്ലാത്തവൻ്റെ കമ്മ്യൂണിറ്റി എന്നൊന്നും ചിലപ്പോൾ ഒരു നിയമനിർമ്മാണത്തിൻ്റെ രംഗത്ത് ഒരു സർക്കാർ നോക്കിക്കോളാൻ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടായി. ആ നിയമം അടിസ്ഥാനപരമായി നമ്മുടെ മതത്തിന് എതിരല്ല, മതനിയമങ്ങൾക്ക് എതിരല്ല എങ്കിൽ ആ നിയമം നമ്മൾ അനുസരിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അതെന്തല്ല, ഷിർക്കല്ല, അത് ഷിർക്കല്ല. അതേ സമയത്ത് മതം, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ എടുക്കുക, കേരളത്തിൽ നിയമസഭയിൽ മദ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല ബില്ലുകളും പാസ്സായി. ഇവിടെ ധാരാളം മദ്യഷാപ്പുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ മദ്യം അത് അനുവദനീയമാണെന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ മുഴുവൻ എന്താക്കണം, ഇനി മദ്യം കുടിക്കണം എന്ന് സർക്കാർ പറയുന്ന ഘട്ടമുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ട ആവശ്യമില്ല, ആ സർക്കാരിനെ അനുസരിക്കേണ്ട ആവശ്യമില്ല, സഹകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് പാടില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ നിയമം ഉണ്ടാവില്ല. കാരണം ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന നാട്ടിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് ഓരോ മനുഷ്യനും അയാളുടെ വിശ്വാസം അനുസരിച്ച് കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനും അത് മറ്റുള്ള ആളുകളിലേക്ക് പ്രബോധനം ചെയ്യാനും ഒക്കെയുള്ള അധികാരം നൽകുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ഘട്ടത്തിൽ എന്താവും, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതികളിലേക്കും അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലേക്കും പോകാനുള്ള അവസരം ഇവിടെ ഉണ്ടെന്നുള്ളതുകൊണ്ട് സർക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളാരും എന്താവില്ല, കൈകെട്ടി നിൽക്കില്ല. അതിന് ഇവിടെ അനുവദിച്ചു തരുന്ന മറ്റു സംവിധാനങ്ങളിലൂടെ അതിനെ ഇല്ലാതാക്കാനുള്ള പണിയെടുക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഇരട്ടത്താപ്പ് നയാണ് ഇതിലൂടെ വരുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇവരുടെ ഭരണഘടന വരെ മാറ്റി.
അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു എന്ത് ഭരണഘടന അല്ല മാറ്റിയിട്ടുള്ളത്, അർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആശയമാണ് മാറ്റിയിട്ടുള്ളതെന്നാണ്. എന്നാൽ ഇത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഭരണഘടന മാറ്റം, ആശയ മാറ്റം എന്നത് അണികൾ പോലും ഉൾക്കൊണ്ടിട്ടില്ല. അവരിപ്പോഴും പഴയ ജമാഅത്തിൻ്റെ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്നതാണ്. ഇത് ഒരർത്ഥത്തിൽ എന്താണ്, ജമാഅത്തെ ഇസ്ലാമി ജനങ്ങളെ കബളിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാരിനെ കബളിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്താക്കുന്നത്, നയംമാറ്റം ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വന്ന കാലം മുതലേ പറയുന്നത്, മൗദൂദിയാണല്ലോ ഈ സാധനം ഇന്ത്യയിൽ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈ സാധനത്തെ അല്ലെങ്കിൽ ഈ ആശയത്തെ കൊണ്ടുവന്നതും പഠിപ്പിച്ചതും മൗദൂദിയാണ്. ഇതേ വാദം തന്നെയായിരുന്നു മിഡിൽ ഈസ്റ്റിൽ സെയ്ദ് കുത്തുബിനെ പോലെയുള്ള ആളുകൾ കൊണ്ടുനടന്നത്. അതിൻ്റെ എല്ലാ ദുരന്തങ്ങളും ഇന്ന് മിഡിൽ ഈസ്റ്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യകാല ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരിൽ പല ആളുകളും സർക്കാർ ജോലി രാജിവെച്ചത്. ഒരു കാലഘട്ടത്തിൽ ഇത്തരം ആളുകൾക്ക് ഈ അനുസരണത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്യുന്നതിൽ നിന്നും മാറി നിന്നത്. താവൂത്തി ഗവൺമെൻറ്റിനെ അനുസരിക്കുകയാണ്, അതുകൊണ്ട് എന്താ പറ്റില്ല, സർക്കാർ ജോലികൾ പാടില്ല എന്ന് പറഞ്ഞവർ വിട്ടുന്നത്, സീപ്പറാകാൻ പറ്റുന്നതാണ്. പക്ഷേ കുഞ്ചിക സ്ഥാനങ്ങൾ എന്താ പറ്റില്ല, അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇലക്ഷനിലേക്ക് മത്സരിക്കാമെന്ന ഇവരുടെ നയം മാറുന്നത് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 2006-07 അല്ലെങ്കിൽ 2007-08 കാലഘട്ടങ്ങളിലാണ്. അന്ന് വന്നത് എന്താ വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലേക്ക് എന്താക്കാം മത്സരിക്കാൻ, അതിൻ്റെ മേൽക്ക് പറ്റില്ലായിരുന്നു എന്നായിരുന്നു. ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറി വെൽഫെയർ പാർട്ടിയും അതുപോലെയുള്ള മറ്റു പാർട്ടികളൊക്കെ ഉണ്ടായി നേരിട്ട് തന്നെ മത്സരിക്കുന്ന അവസ്ഥകൾ വന്നു. അതിപ്പോൾ ഈ സഹകരണം എന്ന് പറഞ്ഞിട്ടാണ്, കോർപ്പറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെ സഹകരിക്കുക? വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇവിടെ ഒരു താവൂത്തി ഗവൺമെൻറ് ആണെങ്കിൽ താവൂത്തി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാണ്ട് മുഴുവൻ എന്തേ ഉണ്ടാവുള്ളൂ, ഇസ്മേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ആളുകളോട് എങ്ങനെ സഹകരിക്കാൻ പറ്റുക? ഇസ്മിൽ സഹകരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനവാദങ്ങൾ തന്നെ ഇസ്ലാമിനെതിരാണ്. മാത്രമല്ല അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിന് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന വാദങ്ങളല്ല. ഇസ്ലാം 1400 കൊല്ലമായിട്ട് ഇപ്പോഴും അന്ന് അതെങ്ങനെയാണുള്ളത് അതുപോലെ ഉണ്ട്. ഇസ്ലാം സർവ്വകാലികമാണ്, സർവ്വലൗകികമാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ സർവ്വകാലികവുമല്ല സർവ്വലൗകികവുമല്ല. അതുകൊണ്ടാണ് അവർക്ക് ഇടക്കിടക്ക് അവരുടെ ഭരണഘടനയിൽ അമെൻമെൻറ്റുകൾ കൊണ്ടുവരേണ്ടി വന്നത്. കാരണം മനുഷ്യനിർമ്മിത ഭരണഘടനയാണ് ഓലുണ്ടാക്കിയത്. എന്തിൻ്റെ പേരിൽ? ദൈവനിർമ്മിത ഭരണഘടനയെ അനുസരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ ഭരണഘടനയാണ് ഓലെ സംഘടനാ ഭരണഘടന. അതുപോലെ ഉണ്ടാക്കിയ ഭരണഘടനയാണ്. ആ ഭരണഘടന ഇടക്കിടക്ക് അമെൻമെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത് സർവ്വകാലിക അല്ല ഓല് ഉണ്ടാക്കിയത്, സർവ്വലൗകിക അല്ല എന്നുള്ളതുകൊണ്ടാണ്. ഇനിയും എന്താക്കേണ്ടി വരും? അവർക്ക് മുന്നോട്ട് പോകേണ്ട അവസ്ഥകൾ വരുമ്പോൾ അവർക്ക് ഇനിയും ഭരണഘടനയിൽ അപ്ഡേഷനുകൾ വരുത്തേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുള്ളത് അടിസ്ഥാനപരമായി കൊണ്ട് ഇസ്ലാമിൻ്റെ ഈ ആശയത്തിൽ നിന്ന് തെറ്റി എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് അഥവാ ആരാധന എന്ന് പറയുന്നത് അവർക്ക് പറയാൻ ധൈര്യം ഉണ്ടാവില്ല. ഇബാദത്തിന് വരെ എന്താക്കുക, അതിന് ഇത്താഅത്ത് എന്നും അതുപോലെ തന്നെ അടിമവേല, അനുസരണം അടിമവേല എന്നൊക്കെയാണ് എന്താക്കാറുള്ളത്, അർത്ഥം പറയാറുള്ളത്. അതുതന്നെയാണ് അവരുടെ ആശയത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. മൗദൂദിക്ക് മുമ്പ് ലോകത്ത് ഒരാളും ഇബാദത്തിന് ഇത്താഅത്ത് എന്ന് അഥവാ അനുസരണമെന്നോ അതല്ലെങ്കിൽ അടിമവേല എന്നോ എന്തായിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതും അവരുടെ സംസ്ഥാന നേതാക്കന്മാരും മറ്റുമൊക്കെ എന്തായതാണ് മുഖാമുഖങ്ങളിലും മറ്റുമൊക്കെ തുറന്ന് പറഞ്ഞ കാര്യവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാപട്യാണ് ജമാഅത്തെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. അതേസമയത്ത് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങൾക്ക് വിരുദ്ധമാകാത്തിടത്തോളം കാലഘട്ടം, റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾക്ക് എതിരാകാത്തിടത്തോളം കാലഘട്ടം ആര് എന്തു പറഞ്ഞാലും അവരെ അനുസരിക്കുന്നതിനും അവരുമായി കൊണ്ട് സഹകരിക്കുന്നതിനും നമുക്ക് യാതൊരു വിലക്കുമില്ല. അതേ സമയത്ത് റബ്ബ് പറഞ്ഞ കാര്യത്തിനെതിരിൽ ആര് തന്നെ പറഞ്ഞാലും അവരോട് നമുക്ക് സഹകരണം ഉണ്ടാകാൻ പറ്റില്ല, അവരെ നമുക്ക് അനുസരിക്കാനും പറ്റില്ല. ഇവിടെ ഇതൊരു വാക്കിൽ പിടിച്ചുകൊണ്ട് സഹകരണം അനുസരണം എന്ന് പറഞ്ഞ് തടി തപ്പാനുള്ള അവസ്ഥ മാത്രമാണ് ഇത്തരം ആളുകൾ ശ്രദ്ധിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിന് അന്യമായ അടിസ്ഥാനത്തിലൂടെ പോയതുകൊണ്ട് വന്ന പ്രശ്നമാണ്. ഇസ്ലാമിക ലോകം ഇസ്ലാമിലെ പ്രമാണങ്ങളെ ഖബറാരാധനക്കും ഷിർക്കിനും വേണ്ടി ദുർവ്യാഖ്യാനിച്ചത് കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം ഇസ്ലാമിക ആശയങ്ങളെയും പ്രമാണങ്ങളെയും രാഷ്ട്രീയപരമായി കൊണ്ട് വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് നമ്മൾ ഇസ്ലാമിക ലോകത്ത് കാണുന്ന പല തീവ്രവാദത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റൊക്കെ മൂലഹേതു എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു അഅലം.